ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം കൂട്ടുകാരെ. UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ MA വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ നമ്മുടെ ഈ സെഷനിലേക്ക് വലിയൊരു സ്വാഗതം. അഹമ്മദ് അമീന്റെ വളരെ പ്രശസ്തമായ ഫജ്റുൽ ഇസ്ലാം എന്ന പുസ്തകം എങ്ങനെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്നതിന്റെ ഏറ്റവും മികച്ചൊരു വിഷ്വൽ ഗൈഡാണ് ഇന്നത്തെ നമ്മുടെ ഈ വിശദീകരണം. അപ്പോ ഒട്ടും സമയം കളയാതെ പുസ്തകത്തിലെ ഓരോ ഭാഗവും നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. 1929, അതായത് 1929 പരീക്ഷാ ഹാളിൽ നിങ്ങൾ പോകുന്നതിനു മുൻപ് ഈ വർഷം എന്തായാലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം ഈ വർഷമാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് പുറത്തുവന്നത്. അഹമ്മദ് അമീനിന്റെ ഈ ചരിത്രപരമായ കൃതി ആദ്യമായി ലോകം കണ്ടത് ഈ ഒരു വർഷത്തിലാണ് കേട്ടോ. ഇത് മറക്കരുത്. നെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർ വേഗം നിങ്ങളുടെ നോട്ട്ബുക്കും പേനയും ഒന്ന് എടുത്തു വെച്ചോളൂ. ഈ പുസ്തകത്തിലെ വലിയ 7 അധ്യായങ്ങൾ വളരെ എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ നമ്മൾ ഇന്ന് 5 ഭാഗങ്ങളുള്ള ഒരു ബ്ലൂ പ്രിന്റാണ് ഉപയോഗിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. മുഖദ്ദിമത്തു കിതാബ് ഫജ്റുൽ ഇസ്ലാം. 2. അൽ ജാഹിലിയ വദുഹൂരു നൂറുൽ ഇസ്ലാം. 3. അത്തസീറുൽ ഫാരിസി വൽ യൂനാനി റോമാനി. 4. അൽ ഹറക്കത്തുൽ ഇൽമിയ ഫിൽ ഖർനിൽ അവൽ. ഒപ്പം 5ാമതായി അൽ ഹറക്കത്തു ദീനിയ വൽ ഫിറക്കുൽ ഇസ്ലാമിയ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പം നമ്മുടെ 1ാം ഭാഗം മുഖദ്ദിമത്തു കിതാബ് ഫജ്റുൽ ഇസ്ലാം അഥവാ പുസ്തകത്തിന്റെ ആമുഖം. ഈ പുസ്തകത്തിന്റെ രചയിതാവ് അഹമ്മദ് അമീൻ ഇബ്രാഹിമു തുബ്ബാഖാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു പേരാണിത്. ഈ പുസ്തകം കൃത്യമായി എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, യബ്ഹസു ഫജ്റുൽ ഇസ്ലാം അനിൽ ഹയാത്തിൽ അഖ്ലിയ ഫി സദ്റുൽ ഇസ്ലാം ഇല ആഖിറി ദൗലത്തിൽ ഉമവിയ. അതായത് ഇസ്ലാമിന്റെ ആദ്യകാലം തുടങ്ങി ഉമയ്യദ് ഭരണത്തിന്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിലെ ബൗദ്ധിക ജീവിതമാണ് ഈ പുസ്തകം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഈ ഒരു കൃത്യമായ കാലഘട്ടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ പരീക്ഷയ്ക്ക് കുറച്ചു മാർക്ക് ഉറപ്പായും നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. ഇനി നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് വികസിക്കുന്നതെന്ന് നോക്കാം. പുസ്തകത്തിന്റെ 1ഉം 2ഉം അധ്യായങ്ങളിൽ വിവരിക്കുന്ന അറബികളുടെ ബൗദ്ധിക ഉണർവിന്റെ ആ ആദ്യഘട്ടങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. 2ാമത്തെ ഭാഗം അൽ ജാഹിലിയ വൽ നൂറുൽ ഇസ്ലാം. അഹമ്മദ് അമീൻ വളരെ മനോഹരമായി 2 കാലഘട്ടങ്ങളെ താരതമ്യം ചെയ്യുന്നുണ്ട്. 1. അൽ ജാഹിലിയ, ഇസ്ലാം മതം വരുന്നതിന് മുൻപുള്ള അറബികളുടെ അവസ്ഥ, അവരുടെ അയൽക്കാർ, അവരുടെ ചിന്താഗതികൾ ഒക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നീട് അൽ ഇസ്ലാം, ഇസ്ലാം മതത്തിന്റെ വരവ്, അതിന്റെ പുതിയ പാഠങ്ങൾ, അതുണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ, ഒപ്പം അതിവേഗം നടന്ന ഇസ്ലാമിക മുന്നേറ്റങ്ങൾ. വെറുമൊരു മരുഭൂമി സമൂഹം എങ്ങനെ പെട്ടെന്നൊരു വലിയ സാംസ്കാരിക മാറ്റത്തിലേക്ക് മാറിമറിഞ്ഞു എന്നതാണ് ഈ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിനു ശേഷമാണ് പുറത്തുനിന്നുള്ള സ്വാധീനങ്ങൾ വരുന്നത്. നമ്മുടെ 3ാമത്തെ ഭാഗം അത്തസീറുൽ ഫാരിസി വൽ യൂനാനി റോമാനി. പുസ്തകത്തിന്റെ 3ഉം 4ഉം അധ്യായങ്ങളിൽ അതാണ് പറയുന്നത്. അറബികളുടെ അതിർത്തികൾ വലുതായപ്പോ അവർ പണ്ടത്തെ വലിയ സാമ്രാജ്യങ്ങളുമായി ഇടപെടാൻ തുടങ്ങിയല്ലേ. ആ ഇടപെടലുകൾ അവരുടെ ചിന്തകളെ എങ്ങനെ മാറ്റിമറിച്ചു എന്നാണ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം നെറ്റ് പരീക്ഷയിലെ മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഇതിലും മികച്ചൊരു ഗൈഡ് വേറെയില്ല. അൽഫുരസ്, അതായത് പേർഷ്യക്കാർ, അവരുടെ മതം, രാജാവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവരുടെ സമൃദ്ധമായ സാഹിത്യം എന്നിവയിലൂടെ വളരെ ശക്തമായൊരു സ്വാധീനം ചെലുത്തി. എന്നാൽ മറുവശത്ത് യുനാൻവ് റോമാൻ, ഗ്രീക്കുകാരും റോമാക്കാരും പ്രധാനമായും അവരുടെ തത്വശാസ്ത്രവും സാഹിത്യവും അതുപോലെ അക്കാലത്ത് അവരുടെ ഇടയിലുണ്ടായിരുന്ന ക്രിസ്തുമതവും കൊണ്ടാണ് അറബികളെ സ്വാധീനിച്ചത്. ഈ വേർതിരിവ് കൃത്യമായി മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇതിലേറ്റവും നിർണായകമായൊരു പോയിന്റ് എന്താണെന്നോ? ഇതാണ് തഅസ്സുറുൽ അറബ് ബിൽ അദബിൽ ഫാരിസി അക്തർ മിനൽ അദബിൽ യുനാനി. അറബികൾക്ക് ഗ്രീക്ക് സാഹിത്യത്തേക്കാൾ കൂടുതൽ സ്വാധീനമുണ്ടായത് പേർഷ്യൻ സാഹിത്യത്തിൽ നിന്നാണ്. പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്.
ഗ്രീക്ക് തത്വചിന്ത അറബികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ശരിതന്നെ. പക്ഷേ സാഹിത്യത്തിന്റെ കാര്യത്തിൽ അവരുടെ മേൽ കൂടുതൽ സ്വാധീനം ചെലുത്തിയത് പേർഷ്യൻ സാഹിത്യമായിരുന്നു എന്ന കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ഇനി നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 4-ാമത്തെ ഭാഗം അൽഹറക്കത്തുൽ ഇൽമിയ ഫിൽ ഖർനിൽ ഔവൽ. ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ അറബികൾക്കിടയിലുണ്ടായ ആഭ്യന്തരമായ ബൗദ്ധിക വളർച്ചയെക്കുറിച്ചാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. ഇസ്ലാം എന്ന ആ പുതിയ മതം ശരിക്കും ഒരു ഉത്തേജകമായി പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം. ഇത് അറബികൾക്കിടയിൽ 3 പ്രധാന അക്കാഡമിക് മുന്നേറ്റങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. ഒന്നാമതായി ഹരക്കത്തുദ്ദീനിയ, അതായത് മതപരമായ മുന്നേറ്റങ്ങൾ. 2 ഹരക്കത്തുത് താരീഹിയ, ചരിത്രപരമായ മുന്നേറ്റങ്ങൾ. പിന്നെ 3-ാമതായി വരുന്നത് ഹരക്കത്തുൽ ഫൽസഫിയ, അഥവാ തത്വചിന്താപരമായ മുന്നേറ്റങ്ങൾ. ഈ 3 കാര്യങ്ങൾ ചേർന്നാണ് ആ 1-ാം നൂറ്റാണ്ടിലെ ബൗദ്ധിക ചലനങ്ങളെ രൂപപ്പെടുത്തിയതെന്ന് അഹമ്മദ് അമീൻ ഇതിൽ സമർത്ഥിക്കുന്നുണ്ട്. അപ്പോ ഇനി വരുന്നത് ശരിക്കും രസകരമായ, എന്നാൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. 5-ാമത്തെ ഭാഗം അൽ ഹറക്കത്തു ദീനിയ വൽ ഫിറഖ് ഇസ്ലാമിയ. 6ഉം 7ഉം അധ്യായങ്ങളിലായി മതപരമായ ചർച്ചകളും വ്യത്യസ്ത ഇസ്ലാമിക വിഭാഗങ്ങളുമാണ് ഇതിൽ പറയുന്നത്. لماذا اختلف العرب في فهم القرآن؟ എന്തുകൊണ്ടാണ് ഖുർആൻ മനസ്സിലാക്കുന്നതിൽ അറബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായത്? നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു ചോദ്യമാണിത്, അല്ലേ? ചരിത്രപരമായും അതുപോലെ ഭാഷാപരമായുമുള്ള ഒട്ടേറെ കാരണങ്ങൾ കൊണ്ടാണ് ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിൽ പിന്നീട് ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടായതെന്ന് അഹമ്മദ് അമീൻ ഈ ഭാഗത്ത് വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി പതിപ്പിച്ചു വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വ്യാഖ്യാനങ്ങളിലെ വ്യത്യാസങ്ങൾ പിന്നീട് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് രൂപം നൽകി. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അൽ ഹവാരിജ്, അഷിയ, അൽ മുർജിയ, അൽ ഖാദിരിയ, പിന്നെ അൽ മുഅത്തസില. ഈ വിഭാഗങ്ങൾ എങ്ങനെയുണ്ടായി, അവരുടെ ശാഖകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ വിശദീകരണത്തിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഫജ്റുൽ ഇസ്ലാം ലൈസ് മുജറദ് കിതാബ് ബൽഹുവ ഖരീതത്തുൽ യഖ്ദത്തുൽ അഖ്ലിയത്തുൽ ഊല. അതെ, ഫജ്റുൽ ഇസ്ലാം വെറുമൊരു പുസ്തകമല്ല, മറിച്ച് അറബ് ലോകത്തെ ആദ്യത്തെ ബൗദ്ധിക ഉണർവിന്റെ ഒരു യഥാർത്ഥ ഭൂപടം തന്നെയാണ്. നമ്മളീ പഠിച്ച കാര്യങ്ങൾ UGC നെറ്റ് എക്സാം പാസ്സാകാൻ മാത്രമല്ല, ആ ഒരു വലിയ ചരിത്രത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും. ഈയൊരു സെഷൻ നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അറിവിന്റെ ഈ ഭൂപടവും വെച്ച് പരീക്ഷയ്ക്ക് വേണ്ടി വളരെ നന്നായി തയ്യാറെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.